കേരള കലാമണ്ഡലത്തിലെ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. 125 അധ്യാപക അനധ്യാപകരായ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടിയാണിപ്പോൾ സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്. കെ രാധാകൃഷ്ണൻ എം പി, മന്ത്രി സജി ചെറിയാനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഈ നടപടി. കൂട്ടപ്പിരിച്ചുവിടൽ സംബന്ധിച്ച് കലാമണ്ഡലം രജിസ്ട്രാർ ഇറക്കിയ ഉത്തരവ് റദ്ദാക്കാൻ സജി ചെറിയാൻ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകി. വിശദാംശങ്ങളുമായി സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും ചേരുന്നത്. സൂരജ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഈ 125 പേരെ പിരിച്ചുവിട്ട നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഒരുപക്ഷെ അവിടുത്തെ വിദ്യാർത്ഥികൾ പോലും ആ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വരും മാസങ്ങളിലുള്ള അധ്യയനം പോലും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ചില ആശങ്കകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാക്കുന്നത്. സാംസ്കാരിക വകുപ്പ് ആ തീരുമാനം എടുത്തിരിക്കുന്നു. ആ നടപടി റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. എന്താണ് ഈ പ്രതിഷേധം ഇത്രമാത്രം കടുപ്പിച്ചതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനൊരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും വലിയ പ്രതിഷേധം എല്ലാ കോണുകളിൽ നിന്നും ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഈ ദ്രുതഗതിയിൽ ഒരു നടപടിയിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുന്നത്. അതിന് വഴിതെളിച്ചത് കെ രാധാകൃഷ്ണന്റെ നടത്തിയ ചർച്ചയാണ്. ഇന്നലെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നൊക്കെ ഈ പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ടെന്ന പശ്ചാത്തലത്തിൽ തന്നെ കെ രാധാകൃഷ്ണൻ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായി ചർച്ച നടത്തുകയായിരുന്നു. അതിനുശേഷം സാംസ്കാരിക വകുപ്പ് മന്ത്രി വൈസ് ചാൻസലറുമായി ചർച്ച നടത്തി. ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവിലേക്ക് നയിച്ചത് എന്നുള്ളതായിരുന്നു യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ അനുഭാവപൂർവമായ ഒരു ഇടപെടൽ നടത്താം എന്ന ഉറപ്പ് സർക്കാർ നൽകുകയും ചെയ്തു. അങ്ങനെയാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ ഉത്തരവ് പിൻവലിക്കാനുള്ള നിർദ്ദേശം തത്വത്തിൽ യൂണിവേഴ്സിറ്റി സ്വീകരിക്കുകയും അത് സംബന്ധിച്ചുള്ള അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ തന്നെ ജീവനക്കാർക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും 125 താൽക്കാലിക ജീവനക്കാരെയായിരുന്നു പിരിച്ചുവിട്ടത്. അതിൽ 68 അധ്യാപകരുണ്ടായിരുന്നു. വലിയ പ്രതിഷേധം അത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും എല്ലാം ഉയരുന്ന പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് സർക്കാർ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.